ഹലോ ഫ്രണ്ട്സ്, തമിഴ് സിനിമയായിട്ടുള്ള വണങ്കാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷനാണ് ഇന്ന് മിറർ മീഡിയ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. തമിഴിലെ തന്നെ ഹിറ്റ് മേക്കറായ ബാലയുടെ സംവിധാനത്തിൽ അരുൺ വിജയ് നായകനായി GV പ്രകാശ് സംഗീത സംവിധാനം ചെയ്യുന്ന വണങ്കാൻ സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ നമുക്കൊക്കെ മുമ്പേ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, ബാല സൂര്യയെ നായകനാക്കിയിട്ടായിരുന്നു ഈ ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ചില കാരണങ്ങളാൽ സൂര്യ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്നാൽ ആ കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇത് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. പിതാമഹൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം സൂര്യയും ബാലയും കൂടി ഒന്നിക്കുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. സാധാരണ ഒരു താരത്തിനും തൻ്റെ ക്രിയേറ്റീവ് സ്പേസിൽ ഒരു ഇടം കൊടുക്കാത്ത സംവിധായകനാണ് ബാല. അതുകൊണ്ട് തന്നെ പലപ്പോഴും സിനിമയുടെ കഥയോ കഥാപശ്ചാത്തലമോ താരങ്ങളോട് ബാല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് അഭിനയിപ്പിച്ചെടുത്തതിന് ശേഷം പറഞ്ഞു വിടുന്ന രീതിയായിരുന്നു ബാല സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇതേ രീതി തന്നെയായിരുന്നു വണങ്കാൻ എന്ന് പറഞ്ഞ സിനിമയിലും ബാല സൂര്യയോട് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള സൂര്യ പിന്നീട് തൻ്റെ സിനിമയുടെ കഥ എന്താണെന്ന് ബാലയോട് ചോദിക്കുകയും താൻ ഈ ചോദിച്ചത് ബാലയ്ക്ക് ഒരു അപമാനമായിട്ട് തോന്നുകയും ചെയ്തു. തുടർന്ന് സിനിമയുടെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി മണിക്കൂറുകളോളം സൂര്യയെ ബീച്ചിലെ അതികഠിനമായിട്ടുള്ള വെയിലിൽ നടത്തിക്കുകയും 100 കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കുകയും ചെയ്തു. വണങ്കാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഇതിനോടകം കോടികൾ മുടക്കിയെങ്കിലും ഈ ഒരു കാരണത്തെ തുടർന്നാണ് സൂര്യ സിനിമയിൽ നിന്നും പിന്മാറിയതെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുള്ളത്. എന്തുതന്നെയായാലും അരുൺ വിജയിയെ വെച്ചിട്ട് ബാല ഈ ഒരു സിനിമ പൂർത്തിയാക്കിയിരിക്കുകയാണ്. വണങ്കാൻ സിനിമയിലെ അരുൺ വിജയുടെ ലുക്ക് പിതാമഹനിലെ വിക്രത്തിനെ ഓർമ്മിക്കുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ രംഗം ചർച്ച ചെയ്യുന്നത്. സിനിമാ രംഗത്തെ ലേറ്റസ്റ്റ് ന്യൂസുകൾ ലഭിക്കുന്നതിനായിട്ട് മിറർ മീഡിയ എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.